ഇനിയിപ്പോ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും വിഷമം ഉണ്ടെങ്കിലൊക്കെ എപ്പോഴും നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നാൽ പറ്റുമല്ലോ അല്ലേ? അപ്പൊ ജസ്റ്റ് ഒന്ന് പോയി നമുക്ക് തോന്നുകയും ചെയ്യുമ്പോ ഞാൻ ചെയ്ത വലിയ ശരിയാണ് ഒടുവിൽ നമുക്ക് വേദന തിരിച്ചിട്ടല്ലേ. ചിലപ്പോ എല്ലാം അറിയുന്ന ഒരു ദിവസം വരും, അന്ന് ഇപ്പൊ എല്ലാരും ഉണ്ടായിക്കൊള്ളുന്നില്ല, തിരുത്താൻ പറ്റിക്കൊള്ളുന്നില്ല. നമ്മള് ഉള്ള സമയത്ത് നല്ലപോലെ ചിരിച്ചു കളിച്ച് നല്ല മട്ടത്ത് പോയാൽ ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോണത് എന്താണെന്നൊക്കെ വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടാ? എന്താ ഇവിടെ ഇരുന്നേ? അപ്പൊ ഇടക്കൊക്കെ ഒന്ന് ഹാപ്പി ആവണ്ടേ അല്ലേ? അപ്പൊ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. രണ്ട് ലേമ്പിലും പണ്ടത്തെ കാലത്തൊക്കെ ഈ ക്യാരം ബോർഡ് കളിക്കാൻ നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ക്യാരം ബോർഡുള്ള കടകളിലൊക്കെ ഇതേമാതിരി ലൈറ്റ് ക്യാരം ബോർഡിന്റെ മേലെ കെട്ടിയിരുന്നു കേട്ടാ അല്ലേ? നമ്മുടെ ഐറ്റംസുകളൊക്കെ ഇങ്ങനെ ഇതായിട്ടുണ്ട് അല്ലേ? ഇതെന്ത് സാധനം പിന്നെ ഫ്രഞ്ച് ഫ്രൈ ഉണ്ടായില്ലേ? അപ്പം നമ്മൾ ആറ്റ് നോക്കി കാത്ത സാധനം അല്ലേ? ജ്യൂസും കൂടിയും വരാണ്ട്. ടേസ്റ്റ് ഉണ്ടോ? സൂപ്പറാ, അടിപൊളിയാ. മോനോ എങ്ങനെയുണ്ട്? ഞാൻ ടോപ്പാണല്ലേ. സാധനം ഒരു മോജിരും വേറെന്താ? രണ്ട് ആപ്പിൾ ജ്യൂസ്, സാമ്പിൾ വെക്കാം. കാണോ പൊന്നുവിനെന്താ? ഈ എന്താ വരാനുള്ളത്? എല്ലാവർക്കും വരിക. അപ്പം ലൈമ്, ആപ്പിൾ ജ്യൂസ്, മോജിറ്റോ ഒക്കെ എത്തിയിട്ടുണ്ട്. ഫുൾ കാലിയായി. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ഇനിയിപ്പോൾ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും വിഷമം ഉണ്ടെങ്കിലൊക്കെ എപ്പോഴും നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നാൽ പറ്റുമല്ലോ അല്ലേ? അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി ഇങ്ങനെ പുറത്തേക്ക് ഫുഡ് കഴിക്കാനൊന്നും പോയിട്ടില്ല. ഒരു ഷവർമ്മ എന്നാ വിചാരിച്ചു. ഷവർമ്മക്ക് ഇറങ്ങിയപ്പോഴാണെങ്കിലോ ഒരു സ്ഥലത്തൊന്നും കിട്ടാനില്ല, എല്ലാ കടയും അടച്ചിക്കണ്. അപ്പൊ അങ്ങനെ ഞങ്ങള് കോട്ടക്കളൊരു കട കയറി ഏതായാലും തിന്ന് പോന്നെ പൊന്നു ഇറങ്ങിക്കണേ. അപ്പൊ ആരെ നമ്മളെ തളർത്തണോല് തോൽക്കുക എന്നല്ലാതെ ഒരു കമന്റ് ഇട്ടും. അതെ, നിങ്ങൾ കേട്ടിക്കണില്ലേ നമ്മളെ ഒരു പ്രത്യേക ഒരു ആള് തോർന്ന് കേട്ടില്ലേ? മുപ്പരെ പേര് പല കമന്റും കാര്യമൊക്കെ വന്നപ്പോ തളരൂലട്ട ഞങ്ങള് തളരൂല. നമ്മള് തളർത്താൻ നോക്കണോലുണ്ടെങ്കിൽ ഓല് തളർന്നുകൊണ്ടിരിക്കും, ഞങ്ങള് വളരും ചെയ്യും. അതെ, മനസ്സിലായി? അതുണ്ടാവല്ലേ. നമ്മള് ഒരാളോട് അസൂയും വെറുപ്പും വെച്ച് കഴിഞ്ഞാൽ അത് ഞമ്മക്കാണ് ബാധിക്കണെന്നുള്ളത് ഈ കമന്റ് ഇടണോലും ചിന്തിക്കണില്ല, അസൂയ വെച്ച് പറഞ്ഞോലും ചിന്തിക്കണില്ല. അത് എന്റെ മേത്തേക്ക് തന്നെ വെച്ച് വരണേന്നുള്ളത്. നമ്മൾ ആരെ കുറിച്ചാ പറഞ്ഞ ഓലൊന്ന് അങ്ങനെ വലുതാക്കും. മലർന്ന് കിടന്ന് തുപ്പിയാലും നമ്മളെ മേത്തേക്കാനല്ലേ വരിക. ഓലൊന്ന് വലുതാക്കും. ഈ പറയുന്ന ആൾക്കാർക്ക് നഷ്ടങ്ങൾ വന്നോടുക്കും. അത് നമ്മൾ ഒന്നും ഒന്നോട് പറയേണ്ട ആവശ്യമില്ല. നമ്മളെ മനസ്സ് വേദനിച്ചോ
വേദനിച്ചവന്റെ കൂടെ അല്ലുണ്ട്. അത് നമ്മളൊന്നും പറയണ്ട. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പൊ നമ്മളിതാ ഒരാളോടും അസൂയ ഇതൊന്നും വെക്കണ്ട. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ, നമ്മൾ എന്തിനാ അസൂയക്ക് അല്ല കൊടുത്തതാണത്. സങ്കടമായാലും സന്തോഷമായാലും ഓരോരുത്തർക്ക് അല്ലാഹ് കൊടുക്കണ വ്യത്യാസം ഉണ്ടാവും. എനിക്ക് തന്നത് നിങ്ങൾക്ക് ആർക്കും കിട്ടൂല, ഓൽക്ക് കൊടുത്തത് എനിക്കും കിട്ടൂല. നമ്മൾ ആരും കൊതിക്കും വേണ്ട. ഓരോരുത്തർക്ക് കൊടുക്കണത് അല്ലാഹ് വ്യത്യാസം ഉണ്ടാവും. അതിൽ നമ്മൾ അസൂയപ്പെട്ടിട്ടോ ഇതാക്കിട്ടോ കൊറേ കമന്റ് എഴുതി വിട്ടിട്ടോ ഒന്നും കാര്യമില്ല. നമ്മക്ക് കണക്കാക്കിയത് നമ്മക്ക് ഉണ്ടാവും. കുറ്റി പിടിച്ച് നടന്നിട്ടും കാര്യമില്ല. നമ്മക്ക് കണക്കാക്കിയത് അല്ല സന്തോഷായാലും ദുഃഖമായാലും അത് നമ്മൾ അനുഭവിക്കേണ്ടി. അൽഹംദുലില്ലാഹ് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. എനിക്ക് ഇന്ന് അൽഹംദുലില്ലാഹ് എന്റെ ഈ ഉള്ളും പുറം ഒരുപോലെയാണ്, മനസ്സിലൊന്നുമില്ല. അപ്പൊ ഇനി കുറ്റൊന്നും കാട്ടി നടക്കണ്ട, സൗന്ദര്യം കുറയും, പ്രായം കൂടും. അപ്പൊ നമ്മളുള്ള കാലം ആ ജീവിതം ഉള്ള ഒരു കുഞ്ഞി കുറച്ച് പൈസ ആ പൈസ ഇത് ആസ്വദിക്കുക, അത്രേ ഉള്ളൂ. കൊറേ കടം ഇതും ഒക്കെ ഉണ്ടാവും, അത് അതിന്റെ വഴിക്ക് പോവും. അതിന്റെ ഇടയിൽ കൂടി നമ്മള് ജീവിക്കാൻ മറക്കരുത്. നമ്മളെ റിപ്പോർട്ട് ചാനലിലെ അവതാരകൻ പറഞ്ഞ മാതിരി എല്ലാം കഴിഞ്ഞിട്ട് ആസ്വദിക്കാൻ പറ്റൂല, ഒരിക്കലും പറ്റൂല. ഓൾക്ക് കൊറേ കട ഉണ്ട്, കടം ഹറാമാണ്, ഹറാമെന്നാണ് അറിയാം. അറിഞ്ഞോണെ നമുക്ക് ഗതി ചെയ്യാതാവുമ്പോ നമ്മള് ചെയ്തോ പെട്ടുപോയി. ഈ പറഞ്ഞ ആൾക്കാരൊന്നും നമ്മള് പെടുമ്പോ ഉണ്ടാവൂല. എല്ലാരും പറയാൻ പെട്ട് കഴിഞ്ഞാൽ എന്ത് ഞങ്ങൾ അങ്ങനെ ഈ പെടണ നേരത്ത് ഈ ആൾക്കാരോട് ചോദിച്ച ആൾക്കാരടുത്ത് കണ്ടോണ്ടാവൂല. അപ്പൊ ഈ ഗതി ഇല്ലാത്തവര് എന്ത് ചെയ്യും? ലാസ്റ്റ് ചെയ്യുന്ന പണി എന്താ? ലോൺ എടുക്കും. അപ്പൊ അതെ ഞങ്ങൾക്ക് അൽഹംദുലില്ലാ ഞങ്ങൾ ഹാപ്പിയാണ്. ഞാൻ ഒരു കുഴപ്പമില്ല. ആര് വേദനിപ്പിച്ചാലും പ്രശ്നമില്ല. വേദനിപ്പിച്ചോടെ എന്താ വെച്ചാല് ഞാൻ പഠിച്ച ഒരു അറിവ് എന്താ വെച്ചാല് ഒരാളെ നമ്മള് വേദനിപ്പിക്കണ്ടെങ്കിൽ, ഞാൻ ഇപ്പൊ ഒരാളെ വേദനിപ്പിക്കണ്ടെങ്കിൽ അതിനെ ഉള്ളത് എനിക്ക് ഞാനാണ് വേദനിക്കല്. നമുക്ക് തോന്നുന്നത് ചെയ്യുമ്പോ ഞാൻ ചെയ്ത വലിയ ശരിയാണ് എന്ന് ഒടുവിൽ നമ്മക്കാണ് ആ വേദന തിരിച്ചിട്ടല്. ചിലപ്പോ എല്ലാം അറിയുന്ന ഒരു ദിവസം വരും, അന്ന് ഇപ്പൊ എല്ലാരും ഉണ്ടായിക്കൊള്ളുന്നില്ല, തിരുത്താൻ പറ്റിക്കൊള്ളുന്നില്ല. നമ്മള് ഉള്ള സമയത്ത് നല്ലപോലെ ചിരിച്ചു കളിച്ച് നല്ല മട്ടത്ത് പോയാൽ ചെയ്തത് വാണ്ടീനിലാന്ന് തോന്നണ നേരത്തെ ചിലപ്പോ ആ ചെയ്ത ആൾക്കാർ ജീവനോടെ ഉണ്ടായിന്ന് വരില്ല. അതിന്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യാ? ഇങ്ങനൊക്കെ ചെയ്യാതിരിക്കുക. ഓരോരുത്തർക്ക് വേണ്ട സ്ഥാനം അവർക്ക് കൊടുക്കുക. അത്രേ ഉള്ളൂ. നമ്മളെല്ലാരും ഒരേപോലെ കാണരുത്, അങ്ങനല്ലേ? പിന്നെ നമ്മളെ പുച്ഛിക്കണോലെ ഇടയിൽ നല്ല അൽഹംദുലില്ലാ അടിപൊളിയായി നടക്കണം. അപ്പൊ ഞങ്ങളിങ്ങനെ ഒരു സ്ഥലം വരെ ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, മലപ്പുറം വരെ പോവുകയാണ്. ഒരു ചെറിയ ആവശ്യമുണ്ട്, ബാക്കിയൊക്കെ അല്ലേ? അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ, ഞങ്ങൾ ഇന്നത്തെ സന്തോഷം അൽഹംദുലില്ലാ. സന്തോഷിക്കണ ആർക്കും കാണാൻ പറ്റൂല. ഇനി കുറച്ച് സന്തോഷങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യണം. ഞങ്ങൾ ഒരുപാട് സന്തോഷങ്ങൾ ഞങ്ങൾ വീഡിയോ എടുക്കലില്ല. ഇനി മുതൽ ഞങ്ങളെ സന്തോഷങ്ങൾ മാത്രമേ കാണുള്ളൂ. ഞങ്ങള് സങ്കടം നിങ്ങൾ കാണൂല. പ്രത്യേകിച്ച് ഫുഡ് കഴിക്കണമെന്ന് ഞങ്ങൾ അങ്ങനെ ഇടാറില്ല. പക്ഷെ നമ്മളിടാനും ഇട്ടിട്ട് കാര്യം എന്താ വെച്ചാൽ നമ്മളെ പോലെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുണ്ട്. അപ്പൊ നമുക്ക് എന്തോ പോലെ തോന്നും. ഞങ്ങള് ഉണ്ടെങ്കിൽ ഇടക്കിടക്ക് നമ്മള് ഫുഡ് കഴിക്കാൻ ഇതിനൊക്കെ പോകും. അപ്പൊ അതൊന്നും ഇടലില്ല. ഇനി അങ്ങനത്തെ ഞങ്ങൾ പോണം വരുന്നൊക്കെ വീഡിയോയിലുണ്ടാവും. ഓക്കെ. അപ്പൊ എന്താ പറയാ, കുരു പൊട്ടണവർക്ക് കുരു പൊട്ടേ ഉള്ളൂ അല്ലേ? ഒരു കാണ്ട് പൊട്ടിച്ചൂടി. അപ്പൊ അങ്ങനെ പറഞ്ഞ മാതിരി ഓക്കെ. അപ്പൊ എല്ലാവർക്കും നാളെ ഒരു പുതിയ വീഡിയോ വരുന്നവരെ ഉറങ്ങിക്കണ്.